കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ചന്ദ്രമതി സന്ധ്യയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിനെ വിളിക്കുവാണ്. ശ്രുതിനെ ഫോണിൽ ചുറ്റിച്ചു. അല്ല, മോൾ എവിടെയാന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. അല്ല, ഇതെന്താ ഇത്ര താമസിച്ചു പോയത്? അതിന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കസ്റ്റമേഴ്സ് കൂടുതലായതുകൊണ്ട് ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പൊ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കണം. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നില്ല, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ആള് വാങ്ങിച്ച് കഴിക്കണം. ഇനിയിപ്പൊ അതിനുള്ള സമയമൊന്നുമില്ല, ആകെപ്പാടെ ടയേർഡായെന്ന് പറയാ. അന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അവൾക്കൊന്ന് പറയാൻ മേലായിരുന്നോ, ഞാൻ സുധിയുടെ ഈ ഫുഡ് കൊടുത്ത് വിടില്ലായിരുന്നു ചോദിക്കുക. അതിന്റെ ആവശ്യമൊന്നുമില്ല ആന്റി. അതെ, ഇനി കല്യാണത്തിന് അധികം ദിവസം ഇല്ലെന്നറിയാലോ. ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് കഴിച്ച് വയറ് കേടാക്കിയിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് സമയത്ത് വലിയ ബുദ്ധിമുട്ടാവും, അറിയാലോ. അതൊക്കെ അറിയാൻറ്റി, പക്ഷെ എന്ത് ചെയ്യാനാ, ചില സമയങ്ങളിൽ നമുക്കൊന്നിനും പറ്റാതാവും. അതെ, പിന്നെ ഞാൻ ഇപ്പം വിളിച്ചെന്തിനാന്നറിയോ, മോളോട് കാര്യം പറയാൻ വേണ്ടിട്ടാ. അല്ല, എന്ത് കാര്യം ആന്റി? നാളെ മോൾ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയാ. നാളെ എന്താ? അതെ, സുധിയുടെ അച്ഛമ്മ വന്നിട്ടുണ്ട്, അപ്പൊ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നാളെ സച്ചിയുടെയും രേവതിയുടെ താലി ഉറക്കൽ ചടങ്ങുണ്ട്. വലിയ ആഘോഷമൊന്നും ആയിട്ടല്ല, ചെറിയ രീതിയിലാണ് നടത്തുന്നത്. അപ്പൊ അതിനു വേണ്ടി മോളൊരു 10 മണി കഴിയും വരണമെന്ന് പറയാം. അതിനെന്താ ആന്റി, ഞാൻ വരാലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലേ. മോള് അവിടുത്തെ ജോലിയൊന്നും കളഞ്ഞിട്ട് ധൃതി വെച്ച് വരുമൊന്നും വേണ്ട, ഇച്ചിരി പതുക്കെ വന്നാലും മതി, അതൊന്നും പ്രശ്നമില്ല. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ തന്നെ എത്തണ്ടേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ, അതൊക്കെ ഇവര് നോക്കിയോളും, വലിയ ചടങ്ങൊന്നും അല്ലെന്നേ. കൃത്യസമയത്ത് മോൾ ഇങ്ങോട്ട് എത്തിയാലും മതി എന്ന് പറയാം. ശരിയെന്നും പറഞ്ഞ് സുധി ഫോൺ വെക്കുവാണ്. പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ മീര വെച്ച് ആരാന്ന് ചോദിക്കാണ്. അതെ, എന്റെ ഭാവി അമ്മായിയും എന്താ പോലും വിളിച്ച്. പിന്നീട് അവിടെ നടക്കുന്ന ഫംഗ്ഷനെ കുറിച്ചൊക്കെ പറയാം. അത് നീയും പറഞ്ഞു കേട്ടോ. ഞാനെങ്ങും വരുന്നില്ല, എനിക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല എന്ന് പറയണം. ഞാൻ തന്നെ എങ്ങനെയാ പോണേ? തന്നെയാ? ആഹാ, നീ ഇനി ജീവിക്കേണ്ട അവിടെയാ, പിന്നെ എന്തിനാ തന്നെ? നിന്റെ ഭാവി വരണവിടെ ഉള്ളതല്ലേ, നീ പോയി എൻജോയ് ചെയ്തിട്ട് വാ, ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇവിടെ നോക്കിക്കേണ്ട, വാ, കടയൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് ഉള്ള ഫുഡൊക്കെ പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. ഇതാരെ പോലും ഈ സമയത്ത്? ഇനിയിപ്പോ ശ്രുതി ആയിരിക്കോ? ചിലപ്പോ ആയിരിക്കും എന്നും പറഞ്ഞ് ശ്രുതി പോയി കഥവ് തുറക്കണം. കഥവ് തുറക്കുമ്പോ ആന്റി എന്ന് പറഞ്ഞ് ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കണ്ടതും പെട്ടെന്ന് അവരെ അകത്തേക്ക് ഇട്ടിട്ട് കഥ അങ്ങ് അടയ്ക്കുവാണ്. ഇത് എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ? അമ്മയ്ക്കൊന്ന് വിളിച്ചിട്ട് വന്നുകൂടായിരുന്നോ? അല്ല, അത് മോളെ, ഞാന് എന്നെ കാണണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കോൾ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരില്ലേ? ഈ കല്യാണത്തിരക്കിന്റെ സമയത്ത് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഈ സമയത്ത് പറയാതെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രുതി എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? എന്താ പിന്നീട് സംഭവിക്കാൻ പോന്നേ? അമ്മയ്ക്ക് എന്റെ ഈ കല്യാണം നടക്കുന്ന ഇഷ്ടമില്ലല്ലേ, അപ്പം മുടക്കാനുള്ള പരിപാടി അല്ലേന്ന് ചോദിക്കുക. മോളെ, അങ്ങനെയൊന്നും പറയരുത്, നിന്നെ കാണേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ടാ ഞാൻ വന്നേ. ശരി ശരി. പെട്ടെന്ന് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം ചോദിച്ചു, ആരുടെ കല്യാണോ? ആരുടെ കല്യാണോ അല്ല മീര, നീ ഇവനെ കൊണ്ടുപോയി അപ്പുറത്തേക്കൊന്ന് പോകാൻ പറയണം. മീര അവനെയും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് ചോദിച്ചു, അല്ല അമ്മ വന്നതിന്റെ കാര്യം പറഞ്ഞില്ല. പിന്നീട് കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് 50,000 രൂപയുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്, ഇത്ര എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല, ഇത് പൈസ എവിടുന്നാ? കഴിഞ്ഞ ദിവസം പോയപ്പോ നിന്റെ ചിറ്റ തന്നു വിട്ടതാ, മാമനോട് പറഞ്ഞിട്ട് ചിറ്റ തന്നു കേട്ടോ. ഒരു കാര്യം ചെയ്ത് താങ്ക്സ് പറഞ്ഞേരെ. അവർക്കൊക്കെ നിന്റെ കല്യാണം കൂടുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വെച്ചേക്കുക. അവർക്ക് വല്ലാത്ത സങ്കടമാണെന്ന് പറയാം. അത് കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്ക് ചിറ്റാനെ വിളിച്ചോളാം എന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല അമ്മ എങ്ങോട്ടാ പോകാൻ തുടങ്ങുന്നത്? ഞങ്ങൾ പോയേക്കോന്നാണ്. വേണ്ട, ഇനിയിപ്പോ ഈ രാത്രി പോകണ്ട കേട്ടോ, രാത്രി പോയാൽ ശരിയാകത്തില്ല. ആദ്യം കൊണ്ട് രാത്രിയിൽ ബസ്സിന് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, ഇനി നാളെ രാവിലെ പോയാൽ മതി എന്ന് പറയാം. അങ്ങനെ വൈകുന്നേരം പുറത്ത് ഫുഡൊക്കെ മേടിച്ച് ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് അവന് വാരി കൊടുക്കുന്നുണ്ട് ആദിക്ക്. അങ്ങനെ ആദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ്സുകളൊക്കെ മീര എടുത്തോണ്ടൊന്ന് കാണിച്ചു കൊടുക്കുക. കൊള്ളാലോ, ഇതെല്ലാം വില കൂടിയ സാരികളൊക്കെ ആണല്ലോ എന്ന് പറയാം. അത് എല്ലാത്തിനും 30,000 40,000 രൂപയ്ക്കായ സാരികളാ. അല്ല, കല്യാണപ്പുടവയോ? അതവിടെയാ, അത് അന്നാ കൊണ്ടുവരുള്ളൂ. അങ്ങനെയാണല്ലോന്ന് ശ്രുതിയുടെ അമ്മ പറയാ. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് മീരയോട് പറഞ്ഞു, നീ ആ ഡ്രസ്സും എടുത്ത് കൊടുക്കാൻ പറയണം. അങ്ങനെ ആദിക്കും ശ്രുതിയുടെ അമ്മയ്ക്കുള്ള ഡ്രസ്സ് കൊടുക്കുകയാണ്. നിനക്ക് 2 പേർക്കൂടെ ഞാൻ എടുത്താ, കല്യാണത്തിന് അന്ന് കൊടുക്കാനുള്ളതെന്ന് പറയണം. അപ്പൊ എനിക്ക് കല്യാണത്തിന് വരാല്ലേ? കല്യാണത്തിന് വരുമൊന്നും വേണ്ട, പക്ഷെങ്കിൽ അന്നത്തെ ദിവസം ഇതൊക്കെ കൊടുത്ത് അവിടെ എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പോകണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും ശ്രുതിയുടെ അമ്മയുടെ മുഖം അങ്ങോട്ട് മാറി. അല്ല മോളെ, അവിടെ വരുന്നോണ്ട് എന്താ കുഴപ്പമിരിക്കണേ? ക്ഷേത്രത്തിൽ വെച്ചല്ലേ വിവാഹം, എത്രയോ ആൾക്കാർ വരുന്നു, അതിലാരെങ്കിലും ഞാനെന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ അങ്ങനെ അവരെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ചങ്കിൽ അല്ലേ തന്നെ തീയ എപ്പോഴും, ഇനിയിപ്പൊ അമ്മയും കൂടെ വന്നിട്ട് ആ ടെൻഷൻ കൂട്ടണ്ട എന്ന് പറയാണ്. ശ്രുതിയുടെ അമ്മയ്ക്ക് പിന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ എല്ലാം റെഡിയാക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു രവീന്ദ്രനൊക്കെ. ഈ സമയത്ത് കലാവതി മുത്തശ്ശി വന്നിരിച്ചു, അല്ല ഇതുവരെയായിട്ടൊന്നും റെഡിയാക്കില്ലേ? റെഡിയാക്കാൻ സമയമുണ്ടല്ലോ, ഇനി എപ്പോഴാ? 10 മണിക്കല്ലേ, അതിനിപ്പോ ഇവിടെ അലങ്കരിക്കണ്ടെന്ന് ചോദിക്കുക. അപ്പൊ ശ്രീകാന്തിനോട് ചോദിച്ചു, എടാ നീ ഇതിലായിട്ട് പൂ വാങ്ങിക്കാൻ പോയില്ലേ ശ്രീന്ന് ചോദിക്കുക. ഇത് പോവുക അച്ഛമ്മേ,
അതെന്നാ പൈസ എന്ന് പറഞ്ഞ് പൈസ എടുത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് ചന്ദ്രമതിക്ക് അവിടെ സഹിച്ചില്ല. കണ്ടില്ലേ, നിന്റെ കല്യാണത്തിന് ആ പൈസയൊക്കെ തരാനുള്ളതിന് ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഒരു താലികോർക്ക ചടങ്ങും ശാന്തി മുഹൂർത്തം വെച്ചേക്കുന്നു. വേറെ പണിയൊന്നുമില്ല. ഇത് കണ്ടിരിക്കാൻ അങ്ങോട്ട് സഹിക്കുന്നില്ലെന്ന് പറയണം. അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. എടാ പിന്നെ ഇപ്പൊ തന്നെ 100 കൂട്ടം കടങ്ങളുണ്ട്, നിനക്കറിയാവോ? ആ പണമൊക്കെ എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. ഞാൻ മനമൊരുക്കി നിൽക്കുക. അതൊക്കെ കൊടുത്തോളും. ശ്രുതി വീട്ടൂലോ, അവൾക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടോ? എടാ ശ്രുതി വീട്ടൂന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഇതിനായിട്ട് ജോലിയില്ല. അമ്മ ഇന്നൊരു ജോലിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ പോവാതിരുന്ന ഇവിടെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. എടാ ഇനി എന്നാടാ നീ ഒരു ജോലിക്ക് പോകുന്നേ? അത് കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ശ്രുതി അടുത്തിരിക്കുകയാണ്. പിന്നീട് കലാവതി മുത്തശ്ശി പറഞ്ഞു ഒന്നിനും ഒരു കുറവ് വരില്ലെന്ന് പറയാണ്. ഈ സമയം മുറിയിലേക്ക് രേവതി എല്ലുവാണ്. അപ്പൊ സച്ചി പോകാനായിട്ട് ഒരുങ്ങ. അല്ല ഇത് എങ്ങോട്ട് പോവാന്ന് ചോദിക്കാണ്. അല്ല ഞാനിന്ന് ഓട്ടോ കൊണ്ട് പുറത്തു പോയി. ഇന്നോ? അതെന്താ ഇവിടെ ഇന്ന് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ വേണ്ടേ? അതിനിപ്പോ നീ മതിയല്ലോ. അല്ല ആൾക്കാരൊക്കെ വന്നുമ്പോ എന്റെ വീട്ടിൽ നിന്നൊക്കെ വരില്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്തേക്കും? ഞാൻ എന്ത് മറുപടി പറയും? അതോ ഞാൻ ഓട്ടം പോയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം, നീ പേടിക്കണ്ട. എന്നാലും എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിനക്കറിയാലോ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. വാടകയ്ക്കാ വണ്ടി, CC അടയ്ക്കണം, ഇതിനെല്ലാം കൂടെ എവിടെ നിന്ന് പൈസ ഉണ്ടാവും എനിക്കറിയത്തില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആ കൂടെയാണ് ഇതും കൂടെ. വെറുതെ എന്തിനാ ഒരു ദിവസം ഉള്ള ഓട്ടം കളയണ്ട, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ സച്ചി ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേന് രേവതി ചായ എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ രേവതി ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് സച്ചിക്ക് കൊടുക്കുക. സച്ചി ഇങ്ങനെ കുടിച്ചിട്ട് പാൻ ഇറങ്ങുമ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു അല്ല നീ എങ്ങോട്ടായി ഒരുങ്ങി കിട്ടി പോണേ? അത് മുത്തശ്ശി എനിക്ക് ഓട്ടമുണ്ട്. ഓട്ടമോ? നല്ല കഥയായി. ഇവിടെ ആരുടെ താലികോർക്ക ചടങ്ങ് നടത്തുന്നേ? നിന്റെ ഭാര്യയുടെയും കൂടെ അല്ലേ? അപ്പൊ നീ ഇങ്ങൊന്ന് പോയാൽ ശരിയാവോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കുന്ന? അതിന് നിങ്ങളെല്ലാരും ഉണ്ടല്ലോ. ഇതേ ശ്രീയുണ്ട്, പിന്നെ ഇവളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ വരും, അച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേ? ഓഹോ അങ്ങനെയാണോ? ആ സമയത്തെങ്കിലും നീ ഇവിടെ കാണോ? അതോ ഇനി ഞങ്ങൾ ആരെങ്കിലും മതിയോ എന്ന് ചോദിക്കോ. ഇപ്പൊ അച്ഛമ്മ ഇന്ന് കോമഡി അടിക്കാന്ന് സച്ചി പറയാം. എടാ കോമഡി അല്ല, ഇന്ന് നീ ഇവിടെ വേണ്ടതല്ലേ? അച്ഛമ്മയ്ക്ക് അറിയാലോ, CC അടയ്ക്കണം, 100 കൂട്ട് പ്രാരാബ്ദങ്ങൾക്കിടയില. ദേ ഇവിടെ കെട്ടിയാന്ന് തുടങ്ങിയ ഓട്ടോ ഞാൻ ഇതുവരെയായിട്ട് എന്റെ ഓട്ടം നിന്നിട്ടില്ലെന്ന് പറയാം. പെട്ടെന്ന് രേവതി ഇങ്ങനെ നോക്കുക. എടാ ഇമാതിരി വർത്താനങ്ങളൊന്നും പറയില്ല, നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളല്ലേ. അവൻ എന്റെ ഇടയ്ക്ക് പറയാൻ നിൽക്കുന്നു. ചന്ദ്രമതി പറഞ്ഞു പറയാതിരിക്കുമെന്നോ? അല്ലെങ്കിലും ഇവര് അപ്പനും മോനും ഇതൊക്കെ തന്നെയല്ലേ. അപ്പൻ ഇതുപോലെയായിരുന്നു, KSRTC ഡ്രൈവർ ആയ സമയത്ത് ഓട്ടമായിരുന്നു, ഒരു കാര്യത്തിന് നിൽക്കൂല. അതുപോലെ തന്നെ മോന് ഡ്രൈവർ ആയാലും ഇങ്ങനെയൊക്കെയാ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം നീ ജീവിച്ചേ. ആ പൈസ കൊണ്ടല്ല നിന്റെ മകൻ മുങ്ങിയത്. പിന്നെ കൂടുതലൊന്നും പറയണ്ട എന്നോട്. ഓഹോ അപ്പൊ എന്റെ മകൻ മാത്രം ശ്രുതിയല്ലേന്ന് ചോദിക്കണം. രവീന്ദ്രൻ നല്ല ദേഷ്യം വന്നു. രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട, നല്ലൊരു ദിവസമായിട്ടെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് സച്ചി പറയാം ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. രേവതി പെട്ടെന്ന് പറഞ്ഞു അവര് പോയിട്ട് വരട്ടെ, ആ കൃത്യസമയത്തിന് മുമ്പ് വന്നോളൂല്ലോ. ഒന്നാമത്തെ കാര്യം ഒത്തിരി ചെലവുകളൊക്കെ ഉള്ള അല്ലേ അച്ഛമ്മേ. അങ്ങനെ രേവതി ഭക്ഷണം പിടിച്ചു കണ്ടപ്പം ഒന്ന് അന്തം വിട്ട് നോക്കി രേവതിനെ. കൊള്ളാലോ, ഇവൾക്ക് തന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് സച്ചി മനസ്സിൽ കരുതുവാണ്. എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. പിന്നീട് രേവതിക്ക് എല്ലാവർക്കും ചായയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ കലാവതി മുത്തശ്ശി ചോദിച്ചു അല്ല വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെല്ലാം വരൂല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. വരൂ അച്ഛമ്മേ, എല്ലാരും കൃത്യസമയത്തിന് മുമ്പ് തന്നെ വരൂന്ന് പറയണം. ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഇതൊന്നും അങ്ങോട്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ പോകാൻ തുടങ്ങണം. അപ്പം ആദ്യയോട് പറഞ്ഞു പെട്ടെന്ന് ഇടാ ഒരുങ്ങ, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഡ്രസ്സൊക്കെ ഇടാൻ പറയണം. പക്ഷെ ആദ്യമാണെങ്കിൽ ആന്റി ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരേ നിപ്പ് നിൽക്കുകയാണ്. അവസാനം ശ്രുതിക്ക് ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുക്കേണ്ട വന്നു. ഈ ശീലങ്ങളൊന്നും നല്ലതല്ല കേട്ടോ, തന്നെ നീ ഇതൊക്കെ ചെയ്ത് പഠിക്കണമെന്ന് പറയാം. ഇങ്ങനെ ശ്രുതിയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പം അന്ന് മോളെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാൻ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു വിടാം. വേണ്ട പൊക്കോളാം, അത് കുഴപ്പമില്ലാന്ന് പറയാണ്. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയും പറഞ്ഞു അല്ല ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കാണുള്ളൂ, അതുകൊണ്ട് അല്ല ദക്ഷിണ തരുവാണെങ്കിൽ ഇനിയിപ്പൊ അന്ന് ദക്ഷിണ തരാൻ പറ്റില്ലോ എന്ന് പറയണം. അങ്ങനെ ശ്രുതിയുടെ അമ്മ അവൾക്ക് ശ്രുതിക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. ദക്ഷിണ കൊടുത്തുമ്പോൾ ശ്രുതിയുടെ അമ്മയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അന്ന് കല്യാണത്തിന് അന്ന് മോളുടെ കൈ പിടിച്ച് കൊടുക്കേണ്ടതാ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാന്ന് പറ. അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഇങ്ങനത്തെ നാടകം കളിച്ചു വെക്കുമ്പോൾ ഇനി തനിക്ക് അതിന്റെ ഇടയ്ക്ക് കയറാൻ പറ്റില്ലോ. ഇനിയിപ്പോ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട്. ഈ സമയം രേവതി നേരെ ക്ഷേത്രത്തിലേക്ക് രാവിലെ പോയിട്ട് ഭഗവാനോട് മുട്ടിപ്പോയെന്ന് പ്രാർത്ഥിക്കുക. എന്റെ ഭഗവാനെ, ഞാൻ ഒത്തിരി പ്രതീക്ഷ ഒരു ജീവിതമായിരുന്നു, പക്ഷേങ്കിൽ ഒട്ടും ആഗ്രഹിക്കാത്തൊരു വിവാഹം എനിക്ക് നടന്നത്. അങ്ങനെ വിവാഹം നടന്നതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഇപ്പോഴതിനെല്ലാം ഒരു അറുതി വരുവാന്ന് തോന്നേ. എന്റെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോണം, ഒരു കുഴപ്പം ഉണ്ടാവരുത്. അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ മാറി വരുന്നുണ്ട്, നല്ലൊരു ജീവിതമായിരിക്കും ഞങ്ങൾക്ക് കിട്ടണ്ടേന്നൊക്കെ പറഞ്ഞ് രേവതി മനോരി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇനി വരാൻ പോകുന്ന പറഞ്ഞ ശ്രുതി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അവിടെ വെച്ച് ശ്രുതിയുടെ
അമ്മേനെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല കുറച്ച് വിശേഷങ്ങൾ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ ആ സംഭവങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.